ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കാസ്റ്റ് അയൺ ഇരുമ്പ് ചട്ടി എങ്ങനെയാണ് മയക്കുന്നതെന്ന് കണ്ടാലോ. ഒരുപാട് വർഷങ്ങൾ ഉപയോഗിക്കാതിരുന്നതും പുതിയതായിട്ട് മേടിച്ചതുമായി എങ്ങനെയാണ് മയക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കുറേ നാൾ ഉപയോഗിക്കാതിരുന്നിട്ട് തുരുമ്പ് ആയി ചെറിയൊരു രീതിയിൽ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇരുമ്പ് ചട്ടി ഇതുപോലെ ആയിപ്പോകും. പക്ഷേ ഉപയോഗിച്ച് നല്ല ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഇരുമ്പ് ചട്ടി. എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളത് ഒരു സ്ക്രബ്ബർ വെച്ചാൽ നമ്മുടെ ഇരുമ്പിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകുക. നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകണം കേട്ടോ. അതിനകത്തുള്ള മാക്സിമം അഴുക്ക് നമ്മളൊന്ന് ഉരച്ച് കളയുക. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകാം. അപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ. എന്നാലും ചെറിയൊരു കളർ ചേഞ്ചൊക്കെ അതിനകത്തുണ്ട് നേരത്തെ വന്നതിൻ്റെ. അത് മാറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിടുക. ഒന്നെങ്കിൽ കല്ലുപ്പിടുക, ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ഉപ്പിടുക. അതിനുശേഷം ഒരു ചെറിയൊരു കിഴങ്ങ് മുറിച്ചത് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് അത് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഉരച്ച് എല്ലാ ഭാഗത്തും ഒന്ന് ഉരച്ച് എടുക്കാം. അങ്ങനെ ഉരച്ചെടുക്കുമ്പോൾ നമ്മുടെ ഉപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന കാണാം കേട്ടോ. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ സാധാരണ ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഈ പുറമേയും ഉള്ളിലും എല്ലാം നല്ലതുപോലെ ഒന്ന് നമ്മുടെ കിഴങ്ങും ഉപ്പും കൂടി നല്ലതുപോലെ ഒന്ന് ഉരസിയെടുക്കുക. അതിനുശേഷം അത് നല്ലപോലെ ഒന്നുകൂടെ ഇരുമ്പ് വെച്ച് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇതുപോലൊരു സ്ക്രബ്ബർ തന്നെ എടുക്കുക നമ്മുടെ ഇരുമ്പ് കഴുകാൻ വേണ്ടി, ഇരുമ്പ് ചട്ടി കഴുകാൻ വേണ്ടി. അപ്പോൾ അതും പുറമേയും ഉള്ളിലും ഒക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇപ്പോൾ നേരത്തെക്കാട്ടിലും നല്ലതുപോലെ നമ്മുടെ ആ കളർ ചേഞ്ചൊക്കെ മാറി ഒന്ന് നല്ല ഇതായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് ഈ ചട്ടി ഒന്ന് നല്ലതുപോലെ നമ്മുടെ ആ വെള്ളമയൊക്കെ ഒന്ന് വലിയുന്നിടം വരെ വെച്ചിട്ട് അതൊന്ന് നല്ല ചൂടായി പുക പോലെ ഇങ്ങനെ വരും. ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എള്ളെണ്ണയാണ്. എള്ളെണ്ണയായിരിക്കും ഒന്നുകൂടെ നല്ലത്, ഇല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ഓയിലായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താ എണ്ണയുള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചാലും മതി. ഞാനിവിടെ എള്ളെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു ടവലിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അകമേയും പുറമേയും എല്ലാം നല്ലതുപോലെ നമ്മുടെ എണ്ണയൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം അത് ചട്ടി അടുപ്പത്ത് തന്നെ വെച്ചേക്കണം. ആ എണ്ണ ഇരുന്നുകൊണ്ട് ഒന്നുകൂടെ നല്ലതുപോലെ പുക വരുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക. നമ്മുടെ ചട്ടി ഇങ്ങനെ ചൂടാകുമ്പോൾ നല്ലപോലെ പുക വരത്തില്ല. ആ ഒരു സമയം വരെ ഒന്നുകൂടെ ചൂടാക്കിയെടുക്കാം. അങ്ങനെ ചൂടായി ഒന്നുകൂടെ പുക വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ഇച്ചിരിയും കൂടി എണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ചൂടാക്കിയെടുക്കാം. ആ എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞ് ഉള്ളിലോട്ടത് വരും. അപ്പോൾ 2 തവണ എണ്ണ അതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മളത് അടുപ്പത്തുനിന്ന് മാറ്റുക. അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടെ പുരട്ടി വയ്ക്കുക. നമ്മൾ സാധാരണ കാസ്റ്റ് അയൺ ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ എണ്ണ തേച്ച് വെച്ചാൽ മാത്രമേ കാസ്റ്റ് അയൺ തുരുമ്പടിക്കാതെ എത്ര വർഷങ്ങൾ വേണമെങ്കിലും ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നോക്കിയാലും നമ്മൾ കാസ്റ്റ് അയൺ പോലെ വേറെ ഒരു പാത്രങ്ങൾ ഇത്രയും ലാസ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ വളരെ പെട്ടെന്ന് കുക്ക് ചെയ്യാനും പറ്റും. കൽച്ചട്ടി പോലെ തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഇടണം കേട്ടോ. ബായ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.